നമസ്കാരം കൂട്ടുകാരെ. 2014 പുറത്തിറങ്ങിയ ഒരു കൊറിയൻ ആക്ഷൻ ചലച്ചിത്രം കുണ്ടോ ഏജ് ഓഫ് ദ റാംബന്റ് എന്നാണ് ഈ ചലച്ചിത്രത്തിന്റെ പേര്. മുൻകാലത്ത് ഒരു ഇറച്ചിവെട്ടുകാരനായി ജോലിയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഒരു സാധാരണ മനുഷ്യൻ ജോസിയോൻ രാജവംശകാലത്ത് തന്റെ കുടുംബത്തിനേൽക്കുന്ന വലിയൊരു ആക്രമണത്തിന് പ്രതികാരം തീർക്കുവാൻ തീരുമാനിക്കുന്നു. പ്രതികാരത്തിനായി പോയെങ്കിലും ആ പ്രവൃത്തി ചെയ്തവർ അയാളെ കൊല്ലാനായി കൊണ്ടുപോവുകയായിരുന്നു. പക്ഷെ അയാളെ രക്ഷിക്കാൻ കൊള്ളക്കാരുടെ ഒരു സംഘമെത്തുകയാണ്. പിന്നീട് കൊള്ളക്കാരുടെ സംഘത്തിൽ കൂടുന്ന അയാൾ ആ കൊള്ള സംഘത്തിലെ തന്നെ ഏറ്റവും മികച്ച യോദ്ധാക്കളിൽ ഒരാളായി മാറുന്നതും തന്റെ കുടുംബത്തോടും ജനങ്ങളോടും അക്രമം കാണിച്ചവർക്കെതിരെ എത്തരത്തിൽ പ്രതികാരം തീർക്കുന്നു എന്നതുമാണ് ചലച്ചിത്രത്തിന്റെ കഥ. ചുരുക്കി പറഞ്ഞാൽ, വിശദമായ കഥയിലേക്ക് പോകുന്നതിനു മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് കടക്കാം. കഥ ആരംഭിക്കുന്നത് കൊറിയയിലെ ജോസിയോൺ രാജവംശകാലത്താണ്. 19-ാം നൂറ്റാണ്ടിൽ, കൃത്യമായി പറഞ്ഞാൽ വർഷം 1862. മോശം ഭരണം കൊണ്ടും കാലാവസ്ഥ കൊണ്ടുമെല്ലാം തന്നെ കൊറിയ കൊടിയ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയ സമയമായിരുന്നു അത്. ജനങ്ങൾ പട്ടിണിയാൽ മരണപ്പെടാനും മറ്റും ആരംഭിച്ചു. കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ലാത്ത അവസ്ഥ. മാത്രമല്ല, അധികാര കേന്ദ്രങ്ങളാകട്ടെ കൂടുതൽ ദുഷിച്ചിരുന്നു. പാവപ്പെട്ടവരെ അടിച്ചമർത്തി അവർ പണം സമ്പാദിച്ച് വീണ്ടും വീണ്ടും അവരുടെ ജീവിതം ആഘോഷിച്ചുകൊണ്ടിരുന്നു. ആ കാലത്തായിരുന്നു അവിടുത്തെ ഗവർണറായ ഗവർണർ ചോയുടെ കൊട്ടാരത്തിൽ വലിയൊരു വിരുന്ന് നടക്കാനിരിക്കുന്നത്. വളരെ വലിയ ഗസ്റ്റുകൾ വരികയും ഗവർണർക്ക് ഉപഹാരങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു. ആ കൂട്ടത്തിൽ അങ്ങോട്ടേക്ക് വന്നവരിൽ ജോയൂൺ എന്നു പേരിലുള്ള ഒരു യുവാവുമുണ്ടായിരുന്നു. ജോയൂൺ ഗവർണർക്ക് സമർപ്പിക്കുന്നത് ഏറെ വിലപിടിപ്പുള്ള ആനക്കൊമ്പാണ്. മറ്റു ചിലർ ഗവർണർക്ക് ബൈനോക്കുലർ അടക്കമുള്ള സാധനങ്ങൾ സമ്മാനിച്ചു. എല്ലാം വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ തന്നെ. പാർട്ടി നടക്കുന്നത് അത്ര വലിയ ആവേശത്തിലായിരുന്നു. പക്ഷേ അകത്ത് നടക്കുന്ന പോലായിരുന്നില്ല പുറത്തു കാര്യങ്ങൾ. വിശന്നു വരഞ്ഞ കുറേയധികം ആളുകൾ പുറത്തെത്തിയിരുന്നു. അവിടുത്തെ ഒഫീഷ്യൽസിനെ കണ്ട് തങ്ങൾക്ക് കുറച്ച് ഭക്ഷണം തരാൻ അവർ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇതേ സമയം കൊട്ടാരത്തിനകത്ത് ഗവർണർ ലീ ടേയി എന്ന വ്യക്തിക്കൊപ്പം ഒരു മുറിയിലേക്ക് നടക്കുകയായിരുന്നു. കിട്ടിയ ഗിഫ്റ്റുകളിൽ ചിലത് അങ്ങോട്ടേക്ക് വെക്കാനായിരുന്നു അവരുടെ ആ പോക്ക്. പക്ഷേ മുറി തുറന്ന് അകത്തേക്ക് കയറിയ അവർ കണ്ടത് ആ മുറിക്കകത്ത് മാസ്ക് വെച്ച ഒരു മനുഷ്യനിരിക്കുന്നതാണ്. മാസ്ക് വെച്ചിരിക്കുന്ന ആ കൊള്ളക്കാരനെ കണ്ടതും ഗവർണർ ഭയന്നിരുന്നു. ലീറ്റേക്കിയോട് തന്നെ സഹായിക്കാൻ ഗവർണർ ആവശ്യപ്പെട്ടു. പക്ഷേ ആ നിമിഷം ഒരു കാര്യം വ്യക്തമാവുകയാണ്. ലീറ്റേക്കിയും മാസ്ക് വെച്ചിരിക്കുന്ന ആ മനുഷ്യന്റെ ആള് തന്നെയായിരുന്നു. ഇതേ സമയം കൊട്ടാരത്തിന് പുറത്ത് മാഹ്യാങ് എന്ന പേരുള്ള ഒരു സ്ത്രീ അവിടുത്തെ ഗാർഡുകളും ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയും ഡ്രിങ്ക് കുടിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. പക്ഷേ മാഹ്യാങ് ആരും പ്രതീക്ഷിക്കാത്തൊരു സന്ദർഭത്തിൽ ഗാർഡുകളെ ആക്രമിക്കുകയാണ്. അതോടെ അവിടെ മൊത്തം ഒരു കലാപന്തരീക്ഷം ഉടലെടുക്കുന്നു. യാഥാർത്ഥ്യത്തിൽ ഇത് മുഴുവനും ചോസുൾ ക്ലാൻ കുണ്ടോ എന്നറിയപ്പെടുന്ന ഒരു കൊള്ള സംഘത്തിന്റെ പദ്ധതികളുടെ ഭാഗമായിരുന്നു. ടേക്കിയും മാഹ്യാങ്ങുമൊക്കെയും ഇതേ കുണ്ടോ ഗ്രൂപ്പുമായി ബന്ധമുള്ള ആളുകളാണ്. റോബിൻ ഹുഡിനെ പോലെ, കായംകുളം കൊച്ചുണ്ണിയെ പോലെ അത്തരത്തിലൊരു നീക്കങ്ങളൊക്കെയായിരുന്നു ഈ കുണ്ടോ ഗ്രൂപ്പിന്റേത്. അഴിമതിക്കാരും ജനങ്ങളെ അടിച്ചമർത്തുന്നവരും സ്വത്ത് ശേഖരിച്ചു കൂട്ടുന്നവരുമായ സമ്പന്നരായ വ്യക്തികളെ ആക്രമിച്ച് അവരുടെ പണവും സമ്പത്തുമൊക്കെ മോഷ്ടിച്ച് ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതായിരുന്നു ഇവരുടെ ഒരു പ്രധാന രീതി. പ്രത്യേകിച്ചും ദാരിദ്ര്യം കൊടുമ്പിരികൊണ്ടിരുന്ന ആ കാലത്ത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ പേരെടുക്കാനൊക്കെ സാധിച്ചിരുന്നു. രാജാവിനുമേലും ഒരു പരിധിക്കപ്പുറം അവരെ തൊടാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതോടെ കുണ്ടോ സംഘം എല്ലാ സമ്പന്നരുടെയും പേടി സ്വപ്നമായി മാറിത്തുടങ്ങി. അന്ന് ഗവർണറുടെ മാൻഷനിൽ വെച്ച് വലിയ ഏറ്റുമുട്ടൽ നടക്കുകയും മോഷണമടക്കം വിദഗ്ധമായി നടത്തി കുണ്ടോ തങ്ങളുടെ മിഷൻ പൂർത്തിയാക്കുകയുമാണ്. കൂട്ടത്തിൽ ഗവർണറെയും അവിടുള്ള മറ്റുള്ളവരെയും പ്രഭുക്കന്മാരെയും ഒക്കെയും കുണ്ടോ സംഘം വകവരുത്തുകയും ചെയ്തു. വൈകാതെ നമ്മൾ മറ്റൊരു കഥാപാത്രത്തെ കൂടി പരിചയപ്പെടുന്നു. ഡോൾ മോച്ചി എന്നായിരുന്നു അയാളുടെ പേര്. മോച്ചി ഒരു ഇറച്ചിവെട്ടുകാരനാണ്. ഇറച്ചി നന്നാക്കി വെട്ടിയെടുത്ത് പ്രഭുക്കന്മാരുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കലാണ് മോച്ചിയുടെ പ്രധാന വരുമാന മാർഗം. ഗവർണറുടെ ചടങ്ങിൽ വെച്ച് കുണ്ടോയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രഭു കുടുംബത്തിലെ ഒരു അംഗമുണ്ടായിരുന്നു. അയാളുടെ അച്ഛൻ അന്നൊരു ചടങ്ങ് നടത്തുകയാണ്. അങ്ങോട്ടേക്കുള്ള ഇറച്ചി വിതരണത്തിന് മോച്ചി അവിടെ എത്തി. വിതരണമൊക്കെ കഴിഞ്ഞതും മോച്ചിയെ അയാളുടെ രണ്ടാമത്തെ മകൻ ജോയൂൻ തന്റെ ഇടത്തേക്ക് വിളിപ്പിച്ചു. ശേഷം മോച്ചിക്കൊരു ജോലി ഏൽപ്പിക്കുകയാണ്. മലനിരകളോട്
തൊട്ടടുത്തോട് ചേർന്ന അമ്പലത്തിൽ ഒരു സ്ത്രീ താമസിക്കുന്നുണ്ട്. ആ സ്ത്രീയെ മൂച്ചി കൊലപ്പെടുത്തണം. പാവത്താൻ മൂച്ചിക്ക് ഒരാളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ ആവശ്യപ്പെട്ടിരിക്കുന്നത് നാജു റീജിയണിലെ തന്നെ ഏറെ പ്രഗത്ഭനായ പ്രഭുകുടുംബത്തിലെ പുത്രനാണ്. എതിർത്താൽ തന്റെ തലവരെ പോയേക്കാം. അവരാണ് അധികാരം കൈയാളുന്നവർ. മനസ്സില്ലാ മനസ്സോടെ മൂച്ചി അതിന് സമ്മതിക്കുന്നു. അന്ന് വൈകുന്നേരത്തോടെ മൂച്ചി അമ്പലത്തിലേക്ക് എത്തിച്ചേരുകയാണ്. രഹസ്യമായി ഓരോ മുറികളിലേക്കും മൂച്ചി എത്തി നോക്കുന്നു. ഒടുവിൽ ജോയൂൻ പറഞ്ഞ സ്ത്രീക്ക് മുമ്പിലേക്കും മൂച്ചി എത്തിച്ചേരുകയാണ്. അവരെ കൊല്ലാനുറച്ച് കത്തിയുമേന്തി മൂച്ചി അവരുടെ അടുത്തെത്തി. പക്ഷേ എന്നിരുന്നാലും ഒരാളെ കൊല്ലുന്നത് മൂച്ചിക്ക് ചിന്തിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അപ്പോഴാണ് ആ സ്ത്രീ ഗർഭിണി കൂടിയാണ് എന്ന് മൂച്ചി തിരിച്ചറിയുന്നത്. അതോടെ അവരെ കൊല്ലാൻ സാധിക്കാതെ മൂച്ചി അങ്ങനെ നിന്നു പോവുകയാണ്. പെട്ടെന്ന് ആ സ്ത്രീ ഉറക്കിൽ നിന്ന് ഞെട്ടിയെഴുന്നേറ്റു. മൂച്ചിയെ കണ്ടതും അവരൊന്ന് ഭയക്കുന്നുണ്ടായിരുന്നു. മൂച്ചി ഭയന്ന് വേഗം പുറത്തേക്ക് ഓടിയിറങ്ങി. ഡേങ്ചു എന്ന പ്രായമേറിയൊരു വ്യക്തി മൂച്ചിയെ തടഞ്ഞ് അവിടെ ഇടിച്ചു വീഴ്ത്തുകയാണ്. അയാളുടെ പ്രൊട്ടക്ഷനിലായിരുന്നു മൂച്ചി കൊല്ലാൻ വന്ന സ്ത്രീ ഉണ്ടായിരുന്നത്. മൂച്ചി താൻ തെറ്റുകാരനല്ലെന്നും താനൊന്നും ചെയ്തിട്ടില്ലെന്നും അയാളോട് ഏറ്റുപറഞ്ഞു. മേലാൽ ഇതുപോലൊന്നും കണ്ടുപോകരുതെന്ന് പറഞ്ഞ് അയാൾ മൂച്ചിയെ പറഞ്ഞുവിടുകയാണ്. മൂച്ചി ഒരു പാവമാണെന്ന് ഒറ്റനോട്ടത്തിൽ ഡേങ്ചുവിന് മനസ്സിലായിരുന്നു. മൂച്ചി തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ മൂച്ചിയെയും പ്രതീക്ഷിച്ച് ജോയുവിന്റെ പരിചാരകനും ഒരു കാവൽക്കാരനും എത്തിയിരുന്നു. അവർക്കറിയേണ്ടത് ആ സ്ത്രീ കൊല്ലപ്പെട്ടോ എന്നതു മാത്രമായിരുന്നു. തന്നെ കൊണ്ടതിന് സാധിച്ചില്ലെന്ന് മൂച്ചി അവരോട് പറയുകയാണ്. ജോയുൻ അഡ്വാൻസ് എന്ന രീതിയിൽ മൂച്ചിക്ക് കൊടുത്ത പണവും മൂച്ചി അതോടെ തിരികെ ഏൽപ്പിക്കുന്നുണ്ട്. അത് ജോയുവിന്റെ പരിചാരകനവരെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. വൈകാതെ വിവരം ജോയുവിന്റെ മുമ്പിലെത്തി. മൂച്ചി ഇത്തരത്തിൽ തന്റെ തീരുമാനത്തെ എതിർത്തത് കൊല്ലാൻ പറ്റില്ലെന്ന് പറഞ്ഞത് ജോയുവിനെ വല്ലാതെ ക്ഷുഭിതനാക്കിയിരുന്നു. അന്ന് രാത്രിക്ക് രാത്രി മൂച്ചിയെയും കുടുംബത്തവരെയും ഇല്ലാതാക്കുവാൻ ജോയുൻ ഉത്തരവിടുന്നു. അധികം വൈകാതെ മൂച്ചിയെയും അമ്മയെയും സഹോദരിയെയും വീടിനകത്ത് ബന്ദികളാക്കി വീടിന് ജോയുവിന്റെ ആളുകൾ തീയിടുകയാണ്. കഷ്ടപ്പെട്ട് മൂച്ചി തന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും വീട് മുഴുവൻ വളരെ പെട്ടെന്ന് തീ ആളിപ്പിടിക്കുകയും കുടുംബത്തെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ മൂച്ചി അവിടെ പെട്ടുപോവുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ വീട് മുഴുവനായും കത്തിയേരിന് താഴെ പതിച്ചിരുന്നു. മൂച്ചിയുടെ അമ്മയും സഹോദരിയും കൊല്ലപ്പെട്ടു. ശരീരത്തിൽ പൊള്ളലുകൾ ഏറ്റെങ്കിലും അതിനെ അതിജീവിച്ചത് മൂച്ചി മാത്രമായിരുന്നു. അതൊന്നും താങ്ങാൻ മൂച്ചിക്ക് സാധിക്കുന്നതായിരുന്നില്ല. മൂച്ചിയുടെ ഉള്ളിൽ പ്രതികാരം മാളിക്കത്താൻ തുടങ്ങി. തന്നോടും കുടുംബത്തോടും ഈ ക്രൂരത ചെയ്ത ജോയുവിനെ വകവരുത്തണമെന്ന് ചിന്തിച്ച് മൂച്ചി നേരെ ജോയുവിന്റെ മാൻഷനിലേക്ക് കയറി ചെല്ലുകയാണ്. പക്ഷേ ജോയുൻ മികച്ച രീതിയിൽ ആയോധനകല അറിയുന്ന വലിയൊരു വാൾപ്പയറ്റുകാരനാണ് എന്ന് മൂച്ചിക്കപ്പോൾ അറിയില്ലായിരുന്നു. കയറി ചെന്ന മൂച്ചി ജോയുനെ വെല്ലുവിളിച്ചു. നിർഭാഗ്യവശാൽ വളരെ പെട്ടെന്ന് കുറഞ്ഞ നീക്കങ്ങൾ കൊണ്ട് ജോയുൻ മൂച്ചിയെ തറപറ്റിക്കുകയാണ്. പിന്നാലെ അവിടുണ്ടായിരുന്ന ഗാർഡുകൾ ജോയുവിന്റെ സഹോദരന്റെ മരണാനന്തര ചടങ്ങിൽ പ്രശ്നമുണ്ടാക്കിയെന്ന് കുറ്റം ചാർത്തി മൂച്ചിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. പിടിച്ചുകൊണ്ടുപോയ ഗാർഡുകൾ മൂച്ചിയെ നല്ല രീതിയിൽ തല്ലിച്ചതച്ചിരുന്നു. അന്ന് രാത്രിയിൽ മൂച്ചിയെ കൊലപ്പെടുത്താനായിരുന്നു അവരുടെ പദ്ധതികൾ പോലും. പക്ഷേ രാത്രിയിൽ മൂച്ചിയെ വധിക്കാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഗാർഡുകളെയും എക്സിക്യൂഷണറെയും കുണ്ടോ സംഘത്തിലെ ആളുകൾ വന്ന് കടന്നാക്രമിക്കുകയാണ്. മൂച്ചിയെ രക്ഷപ്പെടുത്താനായിരുന്നു അവർ എത്തിച്ചേർന്നിരുന്നത്. മൂച്ചിയെ സ്വതന്ത്രനാക്കിയ കുണ്ടോ സംഘം മൂച്ചിയെ തങ്ങളുടെ താവളത്തിലേക്ക് കൊണ്ടുപോകുന്നു. പിറ്റേന്ന് പകലിൽ മൂച്ചി കണ്ണു തുറക്കുമ്പോൾ കണ്ടത് തന്റെ മുമ്പിൽ നിൽക്കുന്ന കുണ്ടോ സംഘത്തിലെ പ്രധാന നേതാക്കളെയായിരുന്നു. അവിടെ ഡാങ്ചുവും ഉണ്ടായിരുന്നു. മൂച്ചിയെ അമ്പലത്തിൽ വെച്ച് തടഞ്ഞ വ്യക്തി തന്നെ. അവരുടെ കൂട്ടത്തിലേക്ക് മൂച്ചി കൊല്ലാനായ ആ സ്ത്രീയും വന്ന് നിന്നതും മൂച്ചി ഒന്ന് ഞെട്ടുന്നുണ്ട്. പക്ഷെ അവർ മൂച്ചിയെ ഉപദ്രവിക്കാനായിരുന്നില്ല അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ദുഷ്ടനായ ജോയുവിനിൽ നിന്നും മൂച്ചി അവർ രക്ഷപ്പെടുത്തുകയായിരുന്നു. മൂച്ചി ഒരു സാധുവാണ് എന്ന് മറ്റാരേക്കാളും കുണ്ടോയിലെ അംഗങ്ങൾക്കറിയാമായിരുന്നു. വൈകാതെ മൂച്ചിക്കും കാര്യങ്ങൾ ബോധ്യപ്പെടാൻ തുടങ്ങി. മൂച്ചിയോട് ജോയുൻ കൊല്ലാൻ ആവശ്യപ്പെട്ട സ്ത്രീ യാഥാർത്ഥ്യത്തിൽ ജോയുവിന്റെ ചേട്ടന്റെ ഭാര്യയായിരുന്നു. ചേട്ടന്റെ കുട്ടിയാണ് അവരുടെ വയറ്റിൽ വളരുന്നത്. ചേട്ടൻ മരണപ്പെട്ടതോടെ ചേട്ടന്റെ ഭാര്യയുടെ വയറ്റിൽ വരുന്ന കുട്ടി അനന്തരാവകാശിയാകും എന്നുള്ളതുകൊണ്ട് ആ കുട്ടിയെയും ഇല്ലാതാക്കിയാൽ അവിടുത്തെ അധികാരം നേടിയെടുക്കാൻ ജോയുവിന് സാധിക്കും. അതിനു വേണ്ടിയായിരുന്നു ജോയുൻ ഗർഭിണിയായ ആ സ്ത്രീയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. വൈകാതെ കുണ്ടു സംഘത്തിനൊപ്പം യാത്ര ചെയ്ത് മൂച്ചി അവരുടെ തട്ടകത്തിലേക്ക് എത്തുന്നു. മൗണ്ട് ജിസുവിന് താഴെയുള്ള ഒരു ഗ്രാമമായിരുന്നു അത്. മൂച്ചിയെയും തങ്ങളുടെ കൂടെ കൂട്ടുവാൻ അവർ തീരുമാനിക്കുകയാണ്. കൊള്ളസംഘത്തിന്റെ നേതാവ് ഡേഹോ മൂച്ചിയെ ഗ്രൂപ്പിലേക്ക് ചേർക്കുന്ന ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. അവരുടെ ഗ്രൂപ്പിൽ അംഗമാവാൻ മൂച്ചിക്കും എതിർപ്പുണ്ടായിരുന്നില്ല. തന്റെ അമ്മയെയും സഹോദരിയെയും കൊന്നവർക്കെതിരെ പ്രതികാരം ചെയ്യാൻ മൂച്ചിയുടെ രക്തം അത്രമേൽ തിളയ്ക്കുന്നുണ്ടായിരുന്നു. അവർ മൂച്ചിയെ പുനർനാമകരണം ചെയ്തു. ഡോച്ചി എന്ന് വിളിക്കാൻ
പഠിക്കാൻ ആരംഭിച്ചു. പിന്നാലെ മോച്ചിക്ക് വേണ്ടിയുള്ള ട്രെയിനിങ്ങുകളും കൊടുക്കാൻ തുടങ്ങി. തന്റെ ഉള്ളിലെ പ്രതികാരദാഹം മോച്ചിയെ കൂടുതൽ കരുത്തനാക്കിക്കൊണ്ടിരുന്നു. ശക്തമായി അവൻ പ്രാക്ടീസ് ചെയ്തു. കൊള്ളക്കാർക്കിടയിലെ മികച്ച യോദ്ധാവായി മാറിത്തുടങ്ങി. മറുവശത്ത് ജോയൂൺ ആകട്ടെ തന്റെ സമ്പത്തും അധികാരവും വർദ്ധിപ്പിക്കാൻ ഓരോരോ കള്ളത്തരങ്ങൾ തുടർന്നു പോന്നു. പാവം ജനങ്ങളെ അവരുടെ എഴുത്തും വായനയും അറിവില്ലായ്മയെ മുതലെടുത്ത് അവരിൽ നിന്ന് ആധാരങ്ങൾ എഴുതി വാങ്ങി ജോയൂൺ അവർക്ക് ചെറിയ തുകകൾ വായ്പയായി കൊടുത്തു. പാവങ്ങൾക്ക് അതടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അവരുടെ നിലവും അവരുടെ വീടുകളും അടക്കം ജോയൂൺ പിടിച്ചെടുത്തു. തങ്ങൾ ഒപ്പിട്ടുകൊടുത്തത് എന്തിലാണ് എന്നറിയാതിരുന്ന ആ പാവം ജനത മുഴുവൻ ജോയൂന്റെ കുതന്ത്രത്താൽ ചതിക്കപ്പെടുകയായിരുന്നു. 2 കൊല്ലത്തോളം ജോയൂന്റെ ഈ കൊള്ള തുടർന്നു പോന്നു. താനുണ്ടാക്കുന്ന സമ്പത്തിനെ പറ്റിയൊക്കെ ജോയൂൻ വലിയ രീതിയിൽ അഭിമാനത്തോടെ തന്റെ അച്ഛന്റെ മുമ്പിലെത്തി പറഞ്ഞു. പക്ഷേ പാവങ്ങളെ അടിച്ചമർത്തുന്ന ജോയൂന്റെ പ്രവൃത്തിയോട് ഒരിക്കലും യോജിക്കുവാൻ ആ അച്ഛന് സാധിക്കുമായിരുന്നില്ല. അച്ഛൻ അവനെ കുറ്റപ്പെടുത്തി. ജോയൂന്റെ പ്രവൃത്തികൾ കുണ്ടോ സംഘത്തിന്റെ അടുത്തേക്കും എത്തിച്ചേരുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ജോയൂന്റെ കൃഷിയിടത്തിലൂടെ പോവുകയായിരുന്നു കുണ്ടോ സംഘത്തിലെ അംഗങ്ങളായ ഡോങ്ചുവും ചുൻബോയും ഗുൻസാനും. ഡോങ്ചു ജോയൂന്റെ മുമ്പിലെത്തി പാവങ്ങളെ ഇനിമേൽ ഇങ്ങനെ ഉപദ്രവിക്കരുത് എന്നൊരു വാണിംഗ് കൊടുത്തു. പക്ഷേ ജോയൂന് ഒരു കൂസലുമുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടരുത്, അത് നിങ്ങൾക്ക് വലിയ ഭവിഷ്യത്തെ വരുത്തൂ എന്നായിരുന്നു ജോയൂന്റെ മറുപടി. പിന്നാലെ ഡോങ്ചുവും ചുൻബോയും തങ്ങളുടെ താവളത്തിലേക്ക് തിരികെ എത്തുകയാണ്. നടക്കുന്ന അനീതികളെ പറ്റിയും ജോയൂന്റെ മറുപടിയെ പറ്റിയും അവിടെ വെച്ച് അവർക്കിടയിൽ ചർച്ചയുണ്ടാകുന്നു. ജോയൂന്റെ ക്രൂരത നിറഞ്ഞ പ്രവർത്തനങ്ങളെ പറ്റിയും അതിനൊരു അവസാനം തീർക്കണമെന്നും ചർച്ചയിൽ ആവശ്യം ഉയർന്നു വരികയാണ്. അവിടുണ്ടായിരുന്ന ഡോച്ചിയാകട്ടെ ജോയൂനോടുള്ള വൈരാഗ്യം ഉള്ളിൽ വെച്ച് താൻ ഒറ്റയ്ക്ക് അവനെ എതിരിട്ടോളാം എന്ന് തന്റെ സംഘത്തോട് പറയുന്നു. അവനെ താൻ വകവരുത്തിക്കോളാം എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്. പക്ഷേ മറ്റു കുണ്ടോ മെമ്പറുകൾ അത് സാധ്യമല്ലെന്ന് പറഞ്ഞു. ഡോച്ചിയുടെ ഉള്ളിൽ ജോയൂനോട് വൈരാഗ്യ ബുദ്ധിയുണ്ട്. അത് മൊത്തം സംഘത്തെ തന്നെ അപകടത്തിൽപ്പെടുത്തിയേക്കാവുന്ന കാര്യമാണ്. മൊത്തത്തിൽ നമുക്കൊരു പദ്ധതി വേണം. ജോയൂന്റെ സമ്പത്തടക്കം മോഷ്ടിച്ച് പാവങ്ങൾക്ക് ലഭ്യമാക്കണം. നീണ്ട ചർച്ചയ്ക്കൊടുവിൽ ചില തീരുമാനങ്ങളിലേക്ക് കുണ്ടോ മെമ്പേഴ്സ് എത്തിച്ചേരുകയാണ്. ഇതിനിടയിൽ ജോയൂന്റെ സഹോദരന്റെ ഭാര്യ പ്രസവിക്കുകയും പ്രസവത്തോടെ ആ സ്ത്രീ മരണപ്പെടുകയും ചെയ്തിരുന്നു. കുട്ടി മാത്രം ജീവിച്ചു. കുട്ടിയെ കുണ്ടോ സംഘം പരിപാലിക്കാൻ തുടങ്ങി. ജോയൂനെതിരെയുള്ള കുണ്ടോ സംഘത്തിന്റെ പ്രവൃത്തികളിൽ ആദ്യത്തെ പദ്ധതി നഗരപ്രദേശങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു. അതും പ്രത്യേകിച്ച് ജോയൂന്റെ വീടിനോട് ചേർന്ന പ്രദേശങ്ങളിൽ. പിന്നാലെ പാലസ് ഗാർഡുകൾ എന്ന് പറഞ്ഞ് കുണ്ടോ സംഘത്തിലെ പ്രധാനികളിൽ ചിലർ ജോയൂന് പ്രൊട്ടക്ഷനായി രാജസന്നിധിയിൽ നിന്നെത്തിയതാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്കെത്തും. പാലസ് ഗാർഡുകളുടെ വസ്ത്രത്തിലും ചിഹ്നങ്ങളും ഒക്കെ ഏന്തിയെത്തുന്ന അവരെ ജോയൂൻ അത്രമേൽ സംശയിക്കില്ല എന്നവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു. ജോയൂന് വലിയ സംശയമൊന്നും തോന്നിയില്ല. കൂട്ടത്തിൽ ഡോച്ചിയും ഉണ്ടായിരുന്നെങ്കിലും ഡോച്ചിയെയും വലിയ തൊപ്പിയൊക്കെ ധരിച്ചിരുന്നതിനാൽ ജോയൂൻ തിരിച്ചറിയുന്നതേയില്ല. വൈകാതെ പാലസ് ഗാർഡുകൾ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് എത്തിയ കുണ്ടോ സംഘത്തിലെ ആളുകൾ ജോയൂന്റെ കൊട്ടാരത്തിന്റെ കാവലേറ്റെടുക്കുകയാണ്. രാത്രിയിൽ ഡോച്ചി കൊട്ടാരത്തിനകത്തേക്ക് കടന്നു കയറി ജോയൂന്റെ മുറിയിലേക്ക് യാത്ര തിരിച്ചു. പിന്നെ അവിടെ നടന്നത് ശക്തമായ ഫൈറ്റായിരുന്നു. ഡോച്ചിയും ജോയൂനും തമ്മിൽ കനത്ത പോരാട്ടം തന്നെ നടന്നു. പക്ഷേ ജോയൂൻ കൂടുതൽ കരുത്തനായിരുന്നു. ഒരു ഘട്ടത്തിൽ ജോയൂൻ അടുക്കൽ നിന്നും ഓടിമാറിയ ഡോച്ചി പുറത്തുണ്ടായിരുന്ന കുതിരയിൽ കയറി രക്ഷപ്പെട്ടു പോവാൻ ആരംഭിച്ചു. പക്ഷേ തന്നെ ആക്രമിച്ച ഡോച്ചിയെ അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കാതെ ജോയൂനും ഡോച്ചിക്ക് പിന്നാലെ ഒരു കുതിരയെടുത്ത് പായാൻ തുടങ്ങുകയാണ്. യാഥാർത്ഥ്യത്തിൽ ഡോച്ചിയുടെ ആ അറ്റാക്കും കുതിരമേൽ കയറിയുള്ള രക്ഷപ്പെടലും കുണ്ടോ സംഘത്തിന്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്നതായിരുന്നു. ജോയൂനെ കൊട്ടാരത്തിൽ നിന്ന് അകറ്റി അവരുടെ ട്രാപ്പിലേക്ക് എത്തിക്കലായിരുന്നു കുണ്ടോ സംഘത്തിന്റെ പ്രധാന പദ്ധതി. അത്രത്തോളം അവർ വിജയിക്കുകയും ചെയ്തു. ജോയൂൻ കൊട്ടാരത്തിൽ നിന്ന് മാറിയതും ബാക്കി വരുന്ന കുണ്ടോ മെമ്പേഴ്സിലെ പ്രധാനികളും ബാക്കിയുള്ളവരും ജോയൂന്റെ കൊട്ടാരത്തിലേക്ക് അതിക്രമിച്ച് കടക്കുകയും അവിടെ നിന്ന് വസ്തുക്കൾ മുഴുവൻ മോഷ്ടിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. വിദഗ്ധമായി ജോയൂനെ കബളിപ്പിച്ച് മുമ്പോട്ട് കുതിരയിൽ നയിച്ച ഡോച്ചിയാകട്ടെ തന്റെ ആളുകളുടെ മുമ്പിലേക്ക് ജോയൂനായി ഒരുക്കിയ കെണിയിലേക്ക് ജോയൂനെ വിദഗ്ധമായി എത്തിച്ചു. ജോയൂൺ വന്നതിന് പിന്നാലെ അവർ അറ്റാക്കും തുടങ്ങി. പക്ഷേ ജോയൂൺ വിചാരിച്ചതിനപ്പുറം മികച്ച കഴിവുകളുള്ള ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. അവിടെ വെച്ച് ശക്തമായൊരു പോരാട്ടം തന്നെ നടക്കുകയാണ്. എന്നിരുന്നാലും ജോയൂന്റെ ഫൈറ്റിംഗ് സ്കില്ലുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കുണ്ടോ സംഘത്തിനാകുന്നില്ല. ഏറ്റുമുട്ടലിൽ ഡോച്ചിക്ക് ശക്തമായ പരിക്ക് പറ്റി. അതോടെ മാഹിയാങ് ഡോച്ചിക്ക് ചികിത്സയ്ക്കായി ഡോച്ചിയെ അവിടെ നിന്ന് കുതിരമേൽ കയറ്റിക്കൊണ്ടുപോവാൻ ആരംഭിച്ചു. പിന്നാലെ കുണ്ടോ സംഘത്തിന്റെ നേതാവ് ഡാഹോയും
മറ്റുള്ളവരും ചേർന്ന് ജോയോനെതിരെയുള്ള പോരാട്ടം തുടർന്നു. ഒടുവിൽ ബാക്കിയായത് ഡാഹോയും ജോയോനും മാത്രമായിരുന്നു. അവർ തമ്മിലും ശക്തമായൊരു പോരാട്ടം തന്നെ നടന്നു. പക്ഷേ ഒടുവിൽ ഡാഹോയെ ജോയോൻ വകവരുത്തുകയാണ്. മറുവശത്ത് മാഹ്യാങ് ആകട്ടെ പരിക്കേറ്റ ഡോച്ചിയെ തങ്ങളുടെ ഇടത്തേക്ക് എത്തിച്ചേരുന്നു. അവിടുണ്ടായിരുന്ന ഡോങ്ചുവിനോടും മറ്റുള്ളവരോടും തങ്ങളുടെ സംഘം ഏറ്റുവാങ്ങുന്ന പരാജയത്തെപ്പറ്റിയും മറ്റും അവൾ വിശദീകരിച്ചു. ഡോങ്ചു അതോടെ പോരാട്ടം നടന്ന ഇടത്തേക്ക് ജീവനോടെ തങ്ങളുടെ ആളുകളിൽ ആരെങ്കിലും ബാക്കിയുണ്ടോ എന്നറിയുവാൻ പുറപ്പെട്ടു ചെല്ലുകയാണ്. തങ്ങളുടെ ആളുകൾ മുഴുവൻ കൊല്ലപ്പെട്ട് കിടക്കുന്നതായിരുന്നു ഡോങ്ചുവിനവിടെ മുമ്പിൽ കാണാൻ സാധിച്ചത്. തങ്ങളുടെ ആളുകളുടെ അവസാന ചടങ്ങുകൾ നടത്താൻ ഡോങ്ചു നോക്കുന്നതിനിടയിൽ അങ്ങോട്ടേക്ക് പെട്ടെന്ന് ജോയോൻ കടന്നുവരികയാണ്. ഡോങ്ചുവെ പിടികൂടി ജോയോൻ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ശേഷം വലിയ തോതിൽ ഡോങ്ചുവിനെ അയാളും സംഘവും ടോർച്ചർ ചെയ്യുകയാണ്. കുണ്ടോ സംഘത്തിന്റെ താവളം എവിടെ, തന്റെ അർദ്ധ സഹോദരന്റെ മകനെവിടെ എന്നതൊക്കെയായിരുന്നു ജോയോൻ അറിയേണ്ടിയിരുന്നത്. പക്ഷേ എത്രയൊക്കെ പീഡിപ്പിച്ചിട്ടും ഡോങ്ചു ഒന്നും തന്നെ വിട്ടുപറയുന്നുണ്ടായിരുന്നില്ല. തന്റെ സഖാക്കളെ കാട്ടിക്കൊടുക്കുവാൻ ഡോങ്ചു ഒരുക്കവുമായിരുന്നില്ല. അതോടെ കുണ്ടുവിൽ നിന്ന് സഹായം ലഭിച്ച ജനങ്ങളെ മുഴുവൻ ജോയോൻ വൈരാഗ്യ ബുദ്ധിയോടെ ഉപദ്രവിക്കാൻ ആരംഭിക്കുകയാണ്. അത്തരത്തിൽ കുറച്ചുപേരെ ഡോങ്ചുവിന് മുമ്പിലേക്ക് ജോയോൻ പിടിച്ചുകൊണ്ടുവരികയും ഡോങ്ചു കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അവരെ മുഴുവൻ ഡോങ്ചുവിന്റെ മുമ്പിൽ വെച്ച് കൊലപ്പെടുത്തും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയുമാണ്. അത് കണ്ട് ഞെട്ടിയ ഡോങ്ചു ആ പാവം മനുഷ്യരുടെ ജീവനോർത്ത് കുണ്ടോ സംഘത്തിന്റെ താവളം എവിടെയെന്ന കാര്യം ജോയോനോട് പറഞ്ഞുകൊടുക്കുന്നു. ഇതേസമയം കുണ്ടോ സംഘത്തിന്റെ താവളത്തിൽ ഡോച്ചി ചികിത്സയിലായിരുന്നു. അധികം വൈകാതെയാണ് കുണ്ടോയുടെ താവളം ജോയോന്റെയും മറ്റുള്ളവരുടെയും നേതൃത്വത്തിൽ ആക്രമിക്കപ്പെടുന്നതുപോലും. രാജാവിന്റെ ഗാർഡുകളുമായി എത്തിയത് ജോയോണായിരുന്നു. മാഹ്യാങ് ആകട്ടെ ജോയോന്റെ അർദ്ധ സഹോദരന്റെ മകനെ തന്നോട് ചേർത്ത് വെച്ച് പോരടിക്കാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ ജോയോൻ ആ കുട്ടിയെ കാണുകയും ആ കുട്ടി തന്റെ സഹോദരന്റെ മകനാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. വൈകാതെ അവിടുള്ള പാവങ്ങളെ മുഴുവൻ തറപറ്റിച്ച് ജോയോൻ കുട്ടിയെ കൈവശപ്പെടുത്തുകയാണ്. മാഹ്യാങ്ങിനും ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ജോയോൻ ഇത്രമേൽ വൈരാഗ്യവും പ്രതികാര ബുദ്ധിയും ഉണ്ടാകുവാൻ ചില കാരണങ്ങളുണ്ട്. ജോയോൻ യാഥാർത്ഥ്യത്തിൽ ജോയോന്റെ അച്ഛന് വേശ്യയായ സ്ത്രീയിലുണ്ടായ കുട്ടിയായിരുന്നു. പ്രഭുവായ ജോയോന്റെ അച്ഛൻ തന്റെ ഭാര്യയിൽ ഒടുവിൽ കുട്ടികളില്ലാതെ വന്ന സമയത്ത് ജോയോനെ തന്റെ അനന്തരാവകാശിയായി ദത്തെടുത്ത് വളർത്താൻ ആരംഭിക്കുന്നു. അന്നൊക്കെ ജോയോന് രാജകീയമായ അധികാരങ്ങളും പരിചരണവും ഒക്കെ ലഭിച്ചിരുന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞതും ജോയോന്റെ അച്ഛന്റെ യഥാർത്ഥ ഭാര്യ ജോയോന്റെ സ്റ്റെപ്പ് മദർ ഒരു ആൺകുട്ടിക്ക് ജന്മം കൊടുക്കുകയാണ്. അതോടെ ജോയോന് കിട്ടിയിരുന്ന പ്രിവിലേജുകൾ ഇല്ലാതായി. അധികാരം ആ കുട്ടിയിലേക്ക് കേന്ദ്രീകരിക്കും എന്നീ അവസ്ഥ വന്നു. അച്ഛന്റെ അനന്തരാവകാശി ആ കുട്ടിയാണ്, ആ കുട്ടിയുടെ മകനാണ് എന്ന അവസ്ഥ രൂപപ്പെട്ടു. അതോടെ ജോയോൻ ക്രൂരനായി മാറുകയായിരുന്നു. തന്റെ കയ്യിലെത്തിയ അർദ്ധ സഹോദരന്റെ മകനുമായി ജോയോൻ അച്ഛനടുത്തെത്തി. അച്ഛൻ അർദ്ധ സഹോദരന്റെ മകനെ ലാളിക്കുന്നതും പരിപാലിക്കുന്നതും താൻ ഉണ്ടായിട്ടും അടുത്ത അനന്തരാവകാശിയാക്കാൻ ഉദ്ദേശിക്കുന്നതും ജോയോനെ വീണ്ടും ദേഷ്യം പിടിപ്പിക്കുകയാണ്. അതോടെ ജോയോൻ തന്റെ അച്ഛനെ തന്നെ കൊലപ്പെടുത്തുന്നു. പക്ഷേ എന്തുകൊണ്ടോ അർദ്ധ സഹോദരന്റെ മകനെ ജോയോൻ കൊല്ലുന്നില്ല. ഇതേസമയം ജോയോന്റെ അറ്റാക്കിനെ അതിജീവിച്ചത് ചികിത്സയിലായിരുന്ന ടേക്കിയും ഡോച്ചിയും മാത്രമായിരുന്നു. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകപ്പെട്ട് കൊല്ലപ്പെട്ട സഖാക്കൾക്കു വേണ്ടി പ്രതികാരം തീർക്കണം എന്ന് ആ നിമിഷം അവർ ഉറപ്പിക്കുകയാണ്. മറുവശത്ത് പിടിച്ചു കൊണ്ടുപോകപ്പെട്ട് കുണ്ടോ സംഘത്തിലെ ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുവാനുള്ള ചടങ്ങുകൾ പൂർത്തിയായി വരികയായിരുന്നു. ജനങ്ങളും അവിടെ തടിച്ചുകൂടിയിരുന്നു. പക്ഷേ ഡോച്ചിയും ടേക്കിയും അങ്ങോട്ടേക്കെത്തി അവിടുണ്ടായിരുന്ന ഗാർഡുകളെ കടന്നാക്രമിച്ചു. ഇതിനിടയിൽ അവിടുണ്ടായിരുന്ന പാവം ജനങ്ങളെ അവിടുത്തെ അധികാരികൾ അവരോട് കാണിക്കുന്ന ക്രൂരതകൾ പറഞ്ഞ് ഒന്നിപ്പിക്കാനും അധികാരികൾക്കെതിരെ പോരടിക്കാൻ അവരെ പ്രചോദിപ്പിക്കാനും പ്രകോപിതരാക്കുവാനും ടേക്കിക്ക് കഴിഞ്ഞു. ജനങ്ങൾ കൂടി കൂടിയതോടെ ഗാർഡുകളൊക്കെ കീഴടക്കപ്പെടുകയായിരുന്നു. തന്റെ സംഘത്തിലെ ആളുകളെ ഡോച്ചിയും മറ്റുള്ളവരും ചേർന്ന് സുരക്ഷിതരാക്കി. പാവം ജനങ്ങൾക്കൊപ്പം ഡോച്ചി അങ്ങനെ ജോയോന്റെ കൊട്ടാരത്തിന് മുമ്പിലേക്ക് എത്തുകയാണ്. ഡോച്ചി ജോയുവിനെ എല്ലാത്തിന്റെയും അവസാനമെന്ന രീതിയിൽ ഒരു ഫൈറ്റിന് വെല്ലുവിളിക്കുന്നു. പിന്നെ അവിടെ നടന്നത് കനത്ത പോരാട്ടമായിരുന്നു. ശക്തരായ രണ്ട് മാർഷൽ ആർട്ടിസ്റ്റ് പോരാളികൾ പരസ്പരം പോരടിക്കുമ്പോൾ ഉണ്ടാകുന്ന തരത്തിൽ കനത്ത പോരാട്ടം. തന്റെ സഹോദരന്റെ മകനെ കയ്യിൽ പിടിച്ചിട്ടായിരുന്നു ജോയോൻ പോരടിച്ചുകൊണ്ടിരുന്നത്. അവർ തമ്മിൽ തുടർന്ന പോരാട്ടം അടുത്തുള്ള ബാംബു ഫോറസ്റ്റിലേക്കും എത്തിച്ചേരുകയാണ്. ആ പോരാട്ടത്തിന്റെ ഒരു ഘട്ടത്തിൽ വെച്ച് ഡോച്ചിയുടെ വെട്ട് കൃത്യമായി ജോയോന്റെ കഴുത്തിൽ പതിക്കുന്നു. അപ്പോഴേക്കും
അങ്ങോട്ടേക്ക് സംഘടിച്ചെത്തിയ ചിലർ അവന്റെ നെഞ്ചിലൂടെ ഒരു കുന്തം കുത്തിയിറക്കുന്നു. പൂർണ്ണമായും ജോയോൺ അതോടെ കൊല്ലപ്പെടുകയാണ്. കുട്ടിയെയും എടുത്ത് താനും ടൈക്കിയും രക്ഷപ്പെടുത്തിയ മറ്റ് കൊള്ളസംഘത്തിലുള്ളവരെയും അവരുടെ കൂടെ ചേർന്ന് കുറച്ച് നാട്ടുകാരെയും ചേർത്ത് ഡോച്ചി അവിടെ നിന്നും സുരക്ഷിതമായ പൊതുവിടത്തേക്ക് പോവുകയാണ്. കുണ്ടോ ഗ്രൂപ്പിന്റെ തലവനായി അതോടെ ഡോച്ചി മാറുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ പോരാട്ടം ഇനിയും തുടരും എന്ന സൂചനകളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.